അസ്സലാമലൈക്കും. അപ്പം മക്കളെ, എന്തൊക്കെ പാടുങ്ങളെ. നമ്മളെ പഴയ കാലത്ത് നമ്മളെ ഉമ്മമാരൊക്കെ ഞമ്മക്ക് ഉണ്ടാക്കി തന്നീന്ന് മുതിര പുഴുങ്ങിയിട്ട്. അന്നെന്ന് പറഞ്ഞാൽ ഇന്ന് മിക്സിയാണ്, അന്നെന്ന് പറഞ്ഞാൽ ഉരലിലിട്ട് ഇടിക്കലാണ്. മുതിര പുഴുങ്ങിയിട്ട് ഉരലിലിട്ട് ഇടിച്ച് അതിലേക്ക് തേങ്ങ, ചക്കര, തേങ്ങയും ചക്കരയും മുതിര പുഴുങ്ങി മിക്സിയിലിട്ടൊന്ന് ചതച്ച് ഒതുക്കിയെടുത്ത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉരലിലിട്ടാണ് ഇടിക്കലായിരുന്നത്. ഞാനൊക്കെ ചെറുതാകണ കാലത്ത് നമ്മളെ വല്യമാരും ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. ഇപ്പം അങ്ങനെ ഒന്ന് തിന്നാനൊരു പൂതി. അപ്പോൾ മുതിര പുഴുങ്ങി ചതച്ചെടുത്ത്, തേങ്ങ ഒന്ന് ചതച്ച്, ചക്കര ഒന്ന് ചിരകി, ഈ മുതിരയിൽ നമ്മളൊന്നങ്ങനെ ചക്കരയിലൊരു കുള്ളി ചക്കരയും മുതിര ഇടിച്ചതും ഒക്കെ കൂടി ഇട്ട് നല്ല കുഴച്ച് ഉണ്ടാക്കി. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നതാണ്. നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് നല്ല രീതിയിൽ ഉണ്ടൊക്കെ പിടിച്ച് മക്കൾക്ക് വൈകുന്നേരം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത്, മക്കൾക്ക് നല്ല വലിയവർക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നമ്മളെ മക്കൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതാരൊക്കെ തിന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് അടിക്കുക. നിങ്ങളെല്ലാവരും തിന്നിട്ടുണ്ടാവും. നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ മക്കൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പം മുതിര കൊടുന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട്, ഇനിയിപ്പോൾ രാവിലെ ചായൻ്റെ കടിക്കാണെങ്കിലും കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നല്ലതാണ്. അവർക്ക് നല്ല പോഷകാഹാരങ്ങളാണ് ഇതൊക്കെ. ചെറുപയർ, ഉഴുന്ന് കൂട്ടിയിട്ടുള്ള പലഹാരങ്ങൾ ഒക്കെ നല്ലതാണ്. ഇപ്പോൾ തേങ്ങയും ചക്കരയും ഒക്കെ ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ കുഴഞ്ഞ്. ഇനി ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിഞ്ഞ് ഇതിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇത് മിക്സിയിൽ അടച്ചപ്പോഴേ ഇത്തിരി ഒന്ന് കടിക്കാൻ വേണമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഉണ്ടകൾ പിടിച്ച് നമ്മളെ മക്കൾക്ക് വൈകുന്നേരത്തെ ചായക്ക് ഞമ്മക്കും തിന്നാം, നമ്മളെ മക്കൾക്കും തിന്നാം. ചെറിയ മക്കൾക്കൊക്കെ ആകുമ്പോൾ അത് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ മാവേലിയിലെല്ലാം നമുക്ക് ഇഷ്ടം പോലെ കിട്ടാറുണ്ട് ഈ മുതിര, ചെറുപയറൊക്കെ, വമ്പയർ ഒക്കെ നമുക്ക് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വമ്പയർ കൊടുന്ന് വെള്ളത്തിലിട്ട് തോരൻ വെച്ചിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാം. ഇത് മുതിരാണ്, മുതിര. ഇത് നല്ലോണം ഇത് നല്ല അടിപൊളിയാണ്. ഇതിങ്ങനെ പിടിച്ച് നമ്മളെ മക്കൾക്ക് ഇപ്പോൾ സ്കൂളുകളൊക്കെ വിട്ട് വരുമ്പോൾ പൊടിമക്കൾക്ക് ചായക്ക് കൊടുക്കാൻ നല്ലതാണ്. നമുക്ക് വലിയവർക്കും തിന്നാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കുക. പിന്നെ നമ്മളെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾ ഇങ്ങനെ മുതിര കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയുക. അപ്പോൾ പിന്നെ ഉണക്കമാന്തൾ സ്റ്റോക്കാണ്. ഉണക്കമാന്തൽ കടലിളകിയ സമയത്ത് ആൾക്കാർ ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പം ഉണ്ട്, സാധനം സ്റ്റോറുണ്ട്. ഉണക്കമാന്തൾ, പിന്നെ ചെമ്മീനച്ചാർ ഉണ്ട്. നമ്മളെ ചെമ്മീനച്ചാറിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക. അപ്പോൾ ഇത് ഞാനൊന്ന് തിന്നോക്കട്ടെ. ആരും കൊതി കൂട്ടരുത്. വെള്ളം ഇറക്കണ്ട ആരെങ്കിലും. ഇത് കണ്ടിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, നിങ്ങളെല്ലാവരും സമ്മതപ്രകാരം. ഓക്കെ.
മക്കളോ സൂപ്പർ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. മുതര ഒച്ചയിലേക്ക് വേവിക്കണ്ട, അപ്പം അത് വെന്ത് കിട്ടാൻ പ്രയാസമാണ്. ഒരു 2 മണിക്കൂർ കുതിർത്തി വെക്കുക. എന്നിട്ട് വേവിച്ച് ഇതേപോലെ തേങ്ങയും പഞ്ചാര ഇടുന്നവർക്ക് പഞ്ചാര ഇടുക. ചക്കരയാണ് ഞാനിപ്പോൾ ഇട്ടിക്കുന്നത്. ചക്കരയും തേങ്ങയും ഒതുക്കി ഇതിലേക്കിട്ട് പിന്നെ മുതിരയും ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കി, പിന്നെ തേങ്ങയും ചക്കരയും കുഴച്ചിട്ട് അച്ചേരിക്ക് ചവക്കാൻ പറ്റണവർക്ക് അച്ചേരിക്കും ചവച്ച് തിന്നാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറുപയറൊക്കെ പഞ്ചാരൊക്കെ ഇട്ട് തിന്നണമായിരും തിന്നാം. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായൻ്റെ കടി. അപ്പം മക്കളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.